Hi everyone, welcome back. This is Rashid from Motives Academy ചെർപ്പളശ്ശേരി. ഈ ഒരു പുതിയ ക്ലാസ്സിൽ ഈ ഒരു പുതിയ അസൈൻമെൻറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനെ എങ്ങനെ നമുക്ക് ഡൈനാമിക്കായിട്ട് റാൻഡമായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നമുക്കിവിടെ ഒരു ബട്ടൺ, ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓരോ കളറുകളെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഒരു കളർ വന്നു, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളൊരു 5-8 കളർ കൊടുത്തിട്ടുണ്ട്. ആ കളറിൽ നിന്ന് റാൻഡമായിട്ട് എന്ത് ചെയ്യും, അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടാസ്ക് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തു വെച്ച ഒരു ടാസ്ക് ഉണ്ടല്ലോ നമ്മളുടെ നാവിഗേഷൻ ബാറിൻ്റെ. ഈ നാവിഗേഷൻ ബാറിൻ്റെ അണ്ടറിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടാസ്കിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ആ നാവിഗേഷൻ ബാർ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളിവിടെ UI കൊടുത്തിട്ടുള്ള ഇതാണ് ആ നാവിഗേഷൻ ബാർ എന്നറിയാം. ഞാൻ എന്ത് ചെയ്യാണ്, HTML അതിനെ ഒരു ഡിവിഷൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ ജസ്റ്റ് ഒരു ഹെഡർ സെലക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഹെഡർ സെലക്ഷൻ്റെ ഉള്ളിൽ ഇനി എന്താണ്, ഞാനതിനൊരു ക്ലാസ് കൊടുക്കുകയാണ്, ഒരു ID കൊടുക്കുകയാണ്. നമുക്ക് എന്താണ്, ആ ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ഞാനെന്ത് പറഞ്ഞു, ഒരു ID കൊടുത്തു. ആ IDനെ ഞാൻ എന്താ പറഞ്ഞു, ഹെഡറാണ്, ഇത് നമ്മളുടെ ഹെഡറാണെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്താണ്, ഒരു ബട്ടൺ വേണം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതൊരു ബട്ടനാണ്. ഈ ബട്ടണിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, CSS യൂസ് ചെയ്തിട്ട് ഒരു ഗ്രേഡിയൻറ്റ് സ്റ്റൈൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ ബട്ടൺ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഷോർട്ട് BC എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ HTML നമുക്ക് എന്താണ് ഹെഡർ സെലക്ഷൻ BC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്കെന്താണ്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കെന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് കളറിന് മാറേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലിക്ക് ഇവൻറ്റ് കൊടുക്കുകയാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് നമ്മൾ പിന്നീട് വിളിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ഇവൻറ്റ് കൊടുത്തു. അതിൽ ഞാൻ എന്ത് പറഞ്ഞു, ഒരു ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷന് ഞാനിവിടെ കോൾ ചെയ്തു. ഫംഗ്ഷന് നമ്മൾ എഴുതിയിട്ടില്ല. ഫംഗ്ഷൻ നമ്മളെപ്പോഴാണ് എഴുതുക, നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ടാസ്ക് വരുന്ന സമയത്താണ് ഫംഗ്ഷൻ എഴുതുക. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ബട്ടണിന് ഞാനൊരു ക്ലാസ് കൊടുക്കുകയാണ്. കാരണം എന്താണ്, ഈ ഒരു ബട്ടണിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കെന്താണ് ഗ്രേഡിയൻ്റൊക്കെ കൊടുക്കാനുണ്ടല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബട്ടണിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ HTML നമ്മൾ ഹെഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ടാഗ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കെന്താണ്, ഇതിൻ്റെ CSS ആണ് വേണ്ടത്. സോ നമ്മൾ അതിൻ്റെ CSSൽ പോയിട്ട് നമ്മളുടെ ഈ ഹെഡർ സെലക്ഷന് നമുക്ക് എങ്ങനെ മാറ്റണം, ഇതുപോലുള്ള ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുത്ത്. പിന്നെ എന്ത് വേണം, ആ ബട്ടനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹെഡർ സെലക്ഷൻ്റെ ആബ്സല്യൂട്ട് പൊസിഷൻ ആബ്സല്യൂട്ടും റിലേറ്റീവും ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സെലക്ട് ചെയ്ത് വെക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡർ എന്ന് പറയുന്ന ഈ ഒരു ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഹെഡർ എന്ന് പറയുന്ന ഒരു സെക്ഷനെയും ഒരു ഹെഡർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ബട്ടനെയും നമ്മൾ എവിടെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഹെഡർ സെലക്ഷൻ എന്ന് പറയുന്ന ഈ IDനെ റിലേറ്റീവ് ആക്കിയിട്ട് ഇതിൻ്റെ പൊസിഷൻ എന്താക്കണം, ആബ്സല്യൂട്ട് ആക്കണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത്തരത്തിലുള്ള ഒരു ഹെഡർ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബട്ടനെ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് എങ്ങനെയാണ് CSS അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്താണ് അടുത്ത ഈ ടാസ്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള CSSൻ്റെ ടാസ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.